നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ, കൺട്രോൾ റൂം. എടോ, ഇത് ഞാനാ, സർക്കിൾ ഇൻസ്പെക്ടർ ചന്ദ്രബോസ്. എടോ, ഇവിടെ ഒരു സംഭവം ഉണ്ടായി. അത് എന്റെ വീട്ടില്. എടോ, സത്യഭാമയുടെ മകൻ വിഷ്ണു ഉണ്ടല്ലോ, അവൻ എന്റെ വീട് ആക്രമിച്ചു. ഭാര്യ കുട്ടികളെല്ലാം തല്ലി. അവനെ വിടരുത്. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിയതേ ഉള്ളൂ. എടോ, അതേന്ന്. ഹലോ. ആ, നാളെ നീ കോടതി കാണില്ലടാ. ആ പെൻഡ്രൈവ് നീ ഒന്നും കോടതി എന്നല്ല, ഇനി പുറം ലോകം കാണില്ലടാ. പോലീസുകാരന്റെ കുടുംബത്തിൽ കയറി കളിച്ചവൻ നട്ടല്ലൊടിഞ്ഞ് മുട്ടുകാലിലഴിയും. പോകുന്ന വഴി തന്നെ വെച്ചിട്ടുണ്ടാ നിനക്കുള്ള കെണി നാല് ചുറ്റും. വിഷ്ണുവേട്ടൻ എന്താ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? എക്സ്ക്യൂസ് മീ. യെസ്. ആഹാ, ആള് കണ്ണു തുറന്നല്ലോ. പ്രീതി, ഞാൻ പോയി ഡോക്ടറെ വിളിച്ചിട്ട് വരാം. ആ, എങ്ങനെയുണ്ട് പ്രീതി? ശാലി, ഞാനിത് എവിടെയാ? എനിക്കെന്താ പറ്റിയേ? നമ്മളിപ്പോ ഹോസ്പിറ്റലാ പ്രീതി. ഇന്നലെ പ്രീതി സുസ്മിതയോട് സംസാരിച്ചുകൊണ്ട് നിന്നത് ഓർമ്മയില്ലേ? ആ ഉണ്ട്, ഓർമ്മയുണ്ട്. പഞ്ചകൈലാസത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം നീ അപ്പൊ ഓർമ്മിച്ച് സുസ്മിതയോട് പറഞ്ഞു. അതിപ്പോഴും ഓർമ്മയുണ്ടോ നിനക്ക്? നല്ല വ്യക്തമായ ഓർമ്മയുണ്ട്. അതിനിടെ നീ മയങ്ങി വീണു. അങ്ങനെയാ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. മയങ്ങി വീണുന്നോ? അതെ. സുസ്മിത നിനക്ക് ചായയിലെ മയക്കുമരുന്ന് ചേർത്ത് തന്നു, കോടതിയിൽ മൊഴി കൊടുക്കാതിരിക്കാനായിട്ട്. ഇന്നലെ കോടതിയിൽ മൊഴി കൊടുക്കണ്ടേ? അതെ. അർജുനേട്ടൻ ഇപ്പൊ കോടതിയിൽ എത്തിയിട്ടുണ്ടാവും. നമുക്ക് പോ ശാലിവാ. അതെ, എങ്ങോട്ടായി പോകുന്നേ? ഡോക്ടർ, ഞങ്ങൾക്ക് പോണം. കോടതിയിൽ മൊഴി കൊടുക്കാനുണ്ട്. ഇപ്പൊ പുറത്തേക്കൊന്നും പോവാതിരിക്കുന്നതാ നല്ലത്. മയക്കുമരുന്നിന്റെ എഫക്റ്റ് 48 hours എങ്കിലും ഉണ്ടാവും. റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ഏത് നിമിഷവും വീണ്ടും മയങ്ങി വീഴാം. ഈ സമയം ടോട്ടൽ ബെഡ് റെസ്റ്റ് ആണ് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്. മയങ്ങിയല്ല, ജീവനൊറ്റ വീഴുമെന്ന് പറഞ്ഞാലും ഞാൻ പോകും ഡോക്ടർ. ഈ മൊഴി എനിക്ക് കൊടുത്തേ തീരും. താലി കെട്ടിയവന് കൊക്കയിലേക്ക് ചവിട്ടി തള്ളി എന്റെ തല കരിങ്കല്ലിൽ ഇടിപ്പിച്ച് കോമയിലാക്കിയ ഒരൊറ്റ യക്ഷിയെ എനിക്ക് കോടതിക്കും ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടണം. അർത്ഥസത്യങ്ങൾ കൊണ്ട് കോടതിയുടെ കണ്ണു വെട്ടുന്ന അമീർ അബ്ദുള്ളയല്ല, എന്റെ അർജുനേട്ടനാണ് ശരിയെന്ന് തെളിയിക്കണം. ഞാൻ പോവും ഡോക്ടർ.
ഇത് കുമ്പളപ്പല്ലേ? ഇത് വിൽപ്പനയ്ക്കുണ്ടോ ഹോട്ടലില്? കൊള്ളാം. ഇവിടെ ഇലയുടെയൊക്കെ ഡിമാൻഡാ ഇതിന്. ആഹാ. കുട്ടിക്കാലത്തെ കൂട്ടുകാരന് പിന്നെ എപ്പോഴും കൂട്ട് വിട്ടുപോയി. ഞാനിപ്പോ കുറച്ച് ഫ്രീ ആയി ജീവിക്കുന്നില്ലേ അച്ഛാ? സമാധാനവും ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള വരുമാനവും ഉണ്ട്. നേരത്തെ അതായിരുന്നു അവസ്ഥ. ഇനി അങ്ങനെ ഒരു അവസ്ഥയെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല എനിക്ക്. ഇടി എല്ലാ ആണുങ്ങളും ഒരുപോലെയാണോ? ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥയിലാ നീ. നിന്റെ അച്ഛനും കല്യാണം കഴിഞ്ഞ് മര്യാദയ്ക്ക് ഒരു കുടുംബം നടത്തിക്കൊണ്ടു പോകുന്നുള്ള കാര്യം നീ ഓർക്കണം. ഇതിപ്പോ എന്റെ കാര്യത്തിൽ രണ്ടിലൊന്നറിയാൻ എല്ലാവർക്കും ധൃതിയായതുപോലെ ഉണ്ടല്ലോ. ദാ മോളിതൊന്ന് കുടിച്ചു നോക്ക്. കുടിച്ചു നോക്കാനൊന്നുമില്ല, മണം കൊണ്ടറിയാം ഇവൻ അസൽ തറവാടിയാണെന്ന്. സൂപ്പർ. ഇതാണ് അച്ഛ ചായ. ചില ചായപ്പൊടിയുടെ പരസ്യത്തിലൊക്കെ പറയുന്നത് പോലെ രുചിയും മണവും കടുപ്പവും മധുരവും എല്ലാം പാകത്തിന്. അച്ഛന്റെ ജോലിക്കാരോട് പറ, ശാരദാമ്മയ്ക്ക് ദക്ഷിണ കൊടുത്ത് പാചകം പഠിക്കാൻ. അയ്യോ, എന്തിനു കുറ്റം പറയുന്നവളാ? ഇവിടെ ഇത്രയും പുകഴ്ത്തണമെങ്കിൽ അസലായിരിക്കണം ശാരദാമ്മയുടെ കൈപുണ്യം. സ്വന്തമായിട്ടൊരു ഹോട്ടലുള്ള ആളായതുകൊണ്ടാ, അല്ലെങ്കിൽ ഇവിടെയുള്ള കഴുതകളെയൊക്കെ പാചകം പഠിപ്പിക്കാൻ ഞാൻ ശാരദാമ്മയോട് പറഞ്ഞേനെ. കാശ് എത്ര ചെലവായാലും വേണ്ടില്ല. ഹോട്ടൽ ഉടമയൊക്കെ പണ്ടാ സാറേ. ഇപ്പൊ സത്യം പറഞ്ഞ ഞാനൊരു ജോലി അന്വേഷിച്ചിറങ്ങിയതാ. ഓ, എവിടെ ഒരു രക്ഷയുമില്ല. എല്ലായിടത്തും മറുനാട്ടുകാര് കയറി നിറഞ്ഞു. എന്നാ ശാരദാമ്മയ്ക്ക് എവിടെ നിന്നൂടെ? ചോദിക്കുന്ന ശമ്പളം തരും അച്ഛൻ. എനിക്കിവിടെ ജോലി കിട്ടൂ സാറേ? സംശയം എന്താ? ഒരു കാര്യത്തിലും എന്റെ മോള് പറയുന്നതിനപ്പുറം ഒരു തീരുമാനമില്ല എനിക്ക്. നന്ദിയുണ്ടാവും സാർ. വലിയൊരു ഉപകാരം സാർ എനിക്ക് ചെയ്യുന്നത്. നന്ദിയൊന്നും വേണ്ട ശാരദാമ്മേ. ശാരദാമ്മ ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളമല്ലേ ഞങ്ങൾ തരുന്നുള്ളൂ. പിന്നെ ഈ സാറേ എന്നുള്ള വിളിയൊന്നും വേണ്ട. കരുണാകരൻ എന്നാ എന്റെ പേര്. സ്നേഹമുള്ളവര് കരുണേട്ടനെന്ന് വിളിക്കും. ആ, എപ്പോ ജോലിക്ക് കയറാൻ പറ്റും ശാരദാമ്മയ്ക്ക്? നാളെ തന്നെ ആയാലോ സാറേ? ഞാൻ കുട്ടികളോടൊക്കെ ഒന്ന് പറഞ്ഞിട്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.